ഈ 84-ൽ RSSൻ്റെ പ്രവർത്തകനായി, പിന്നീട് RSSൻ്റെ നേതാവായി, മാധ്യമഭാഷയിൽ നേതാവായി, അങ്ങയുടെ ഭാഷയിൽ കാര്യകർത്താവായി മുന്നോട്ട് പോയി. 94-ലെത്തുമ്പോൾ അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു ഘട്ടം ഉണ്ടാവുകയാണ്. 2 കാലുകൾ നഷ്ടപ്പെടുന്ന ആ ഒരു അനുഭവം ഇപ്പോൾ ഓർക്കുമെങ്കിൽ. ഞാൻ താങ്കളിപ്പോൾ ചോദിച്ച ഈ ചോദ്യം രാജ്യസഭ MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും എൻ്റെ അടുത്ത് വന്നിരുന്നു. ഈ പറയുന്ന മാതിരി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ദൈർഘ്യമുള്ള അഭിമുഖം, ബൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വീട്ടിൽ വന്നിരുന്നു, ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഞാൻ താങ്കളെ അക്കാര്യത്തിൽ നമസ്കരിക്കുകയാണ്. കാരണം തുടക്കം താങ്കൾ ആ ചോദ്യമല്ല എന്നോട് ചോദിച്ചത്. ഒരിക്കലും ആവരുതെന്ന് ഞാൻ തീരുമാനിച്ചാണ്. അവരൊക്കെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊരു പ്രയോഗത്തിൽ CPM ആക്രമണത്തിൽ 2 കാലുകൾ നഷ്ടപ്പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതായിരുന്നു ആദ്യം അറിയേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് സ്വാഭാവികമായ തരത്തിൽ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ പഴയ പോലെയുള്ള അക്രമ സംഭവങ്ങളില്ല, വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായി ജനങ്ങൾ അത് മറക്കാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ, പൊതുസമൂഹം. പക്ഷെ മറക്കാൻ കഴിയാത്ത, ഉള്ളിൽ നെരിപ്പോടോടെ കഴിയുന്ന അനേകം ആളുകളുണ്ട്. അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, ഒരുപാട്. മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാര്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ, അച്ഛൻ നഷ്ടപ്പെട്ട പിഞ്ചു മക്കൾ, ഭർത്താവ് നഷ്ടപ്പെട്ട ധർമ്മപത്നിമാര്, അവരുടെയൊക്കെ ഉള്ളിൽ ഈ ഒരു നീറ്റലുണ്ട്. എൻ്റെ അച്ഛൻ എന്തിനാണ് മരിച്ചത്, എൻ്റെ ഭർത്താവ് എന്താണ് എൻ്റെ കൂടെ ഇന്നില്ലാത്തത്. അങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിൽ ഈ പറയുന്നതും അത് നീറ്റൽ അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പൊതുസമൂഹം അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു അകൽച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പൊതുസമൂഹം. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിൽ കരുതലോടെയാണ് പ്രതികരിച്ചത്. പഴയ കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ വീണ്ടും ഓർമ്മിച്ചെടുക്കുകയും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബന്ധുക്കൾ, സംഘബന്ധുക്കൾ, അവരിൽ ഒരു പക്ഷേ അവർ ഒതുക്കി നിർത്തിയ ആ വികാരം വീണ്ടും അത് പുറത്തേക്ക് വരാൻ ഇടയുണ്ട്. 2 പക്ഷത്തിനും പിന്നെയും നഷ്ടങ്ങൾ വരും. അത് വീണ്ടും മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് പോകുമോ, മനസ്സിൽ വീണ്ടും പ്രതികാര ചിന്തയും പകയും ഒക്കെ വളരുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുണ്ടാവരുത് എന്നാണ് എൻ്റെ പ്രസ്ഥാനവും ആഗ്രഹിക്കുന്നത്. എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുക. അപ്പോൾ ആ നിലയ്ക്ക് എൻ്റെ മറുപടിയിൽ എവിടെയെങ്കിലും ഇതിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞത് അതൊരു ദുസ്വപ്നം പോലെ നമുക്ക് മറക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.